ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8നെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു സീസണിൽ, അതായത് കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ ആരൊക്കെ ആയിരിക്കും ഈ പറയുന്ന ജഡ്ജിങ് പാനലിൽ ഉണ്ടാവുന്നത്, ആരായിരിക്കും ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്നൊക്കെ. അപ്പൊ എന്തായാലും ഏഷ്യാനെറ്റ് തന്നെ ഈ ഒരു സർപ്രൈസ് പൊട്ടിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ പറയുന്ന അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്ന് രാവിലെ കൊടുത്ത ഒരു പോസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലെ കോമണേഴ്സ് എൻട്രി ബന്ധപ്പെട്ട് വരുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ ജഡ്ജസ് ആയിട്ട് വരുന്നത് ഒന്ന് രഞ്ജിനി ഹരിദാസ്, മറ്റൊരാൾ ഈ പറയുന്ന റിയാസ് സലീമും അഖിൽ മാരാറും കൂടെ ഈ ഒരു ജഡ്ജിങ് പാനൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത പോസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും ഈ പറയുന്ന അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആങ്കർ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 5ലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള റനീഷ ആയിരിക്കും. അപ്പൊ ഇവർ 4 പേര് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന അഗ്നിപരീക്ഷ ഏകദേശം സെപ്റ്റംബർ 5-ാം തീയതി വരെ ഉണ്ടാവുമെന്നാണ് ഇപ്പൊ കിട്ടുന്നൊരു ന്യൂസ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 6-ാം തീയതി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ അപ്ഡേറ്റ് ആണ് ഈ പറയുന്ന ജഡ്ജിങ് പാനലും ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ പറ്റിയും കിട്ടുന്നത്. ഇതൊക്കെ ഏകദേശം കൺഫേംഡ് ആണ്. ഏഷ്യാനെറ്റ് ഒഫീഷ്യൽ ആയിട്ട് ഇട്ടൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഏകദേശം ഇതിനോടകം തന്നെ ഒട്ടുമിക്ക എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്. വീഡിയോ വഴി പങ്കുവച്ചിട്ടില്ല, പ്രൊമോ വഴി പങ്കുവച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റ് വന്നതിലൂടെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്